Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay. Start with prayer. Start of 3 and sign in. Good afternoon, prayer. God, thank you for this new day. Bless our ma'am who teaches. Bless all my friends who learn with me. Help us to listen, share, and do our best today. Thank you. Sign in. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Ashwati ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am, and once again, a very warm welcome to you. Good afternoon, everyone. Thought of the day. Once a villagers decided to pray for rain. On the day of prayer, all people gathered, but only one boy came. That is faith. When you toss a 1-year-old baby in the air, he laughs because he knows his father will catch him. That's trust. Every night we go to bed, we have no assurance to wake up alive next morning. But still, we set alarm for tomorrow. That's hope. Thank you. Okay. Then once again, good afternoon to all, and then how about you all? Fine, ma'am. Good, ma'am. Good. Enjoy കഴിച്ചു എല്ലാവരും. കഴിച്ചു. Okay. പിന്നെ എന്തൊക്കെയാണ് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് മൺഡേ ക്രിസ്മസ് സെലിബ്രേഷൻ വെക്കാം കേട്ടോ. മൺഡേ ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ക്രിസ്മസ് സെലിബ്രേഷൻ കഴിക്കാം. മൺഡേ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് വരാം, പ്രിപ്പയർ ചെയ്യാം. ക്രിയേറ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ മാം, ആ സെലിബ്രേഷന് താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് ചെയ്യാനൊന്ന് പറയുമോ മാം? എത്ര തവണ ഗ്രൂപ്പിൽ മെസ്സേജ്, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് മാം. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഏതൊക്കെ പ്രോഗ്രാമിനാണ് താല്പര്യം. കുറച്ച് പേര് മാത്രം, അതായത് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് മാത്രമാണ് റിപ്ലൈ ചെയ്തത്. ബാക്കിയുള്ളവരൊന്ന് റിപ്ലൈ ചെയ്യണം, ഇന്ന് തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യണം. താല്പര്യമുള്ള പ്രോഗ്രാംസ് ഒന്ന് പറയണം. ഓക്കെ, അപ്പൊ ആർക്കും താല്പര്യമൊന്നുമില്ലേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്? നമ്മുടെ ക്ലാസ്സിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്കും ഇൻട്രസ്റ്റ് ഒന്നുമില്ല? ക്രിസ്മസ് ആയതുകൊണ്ട് എന്ത് പ്രോഗ്രാം ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഗെയിം ഒക്കെ കളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും, ചിലർ പറഞ്ഞ അന്താക്ഷരി കളിക്കാം. പല പല നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാമല്ലോ. ഓരോന്നും പറഞ്ഞു കൊടുക്കും. ആർക്കും ചെയ്യാൻ താല്പര്യമില്ല. എന്താണ് അങ്ങനെ താല്പര്യമില്ലാതെ? എന്താണ് പറയൂ. സെലിബ്രേഷൻ വേണ്ടല്ലോ. എക്സാമിന്റെ തിരക്കല്ലേ മക്കളുടെ, അതുകൊണ്ടാവും ആരും റിപ്ലൈ കാര്യം തരാത്തെ. അങ്ങനെയൊന്നുമല്ല മിസ്സേ. ആകെ ഇപ്പൊ നമ്മുടെ ഇതിൽ സംസാരിക്കുന്ന പിള്ളേര് മാത്രമാണ് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യണുള്ളൂ എന്നാ എനിക്ക് തോന്നണത്. അല്ലാണ്ടുള്ളവരൊന്നും തിരക്കാണോ എന്താന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അവര് നമ്മളത് കഴിഞ്ഞിട്ട് അവർ കേട്ടില്ല അറിഞ്ഞില്ല എന്നൊരു പരിഭവം വരരുതല്ലോ. മനസ്സിലായ? മെസ്സേജ് നമുക്കിപ്പോ ഓരോരുത്തരെ വിളിച്ചറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ചിക്കുമോൾ എഴുതി ഇടുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചിക്കുമോൾ ചെയ്യേണ്ട എല്ലാം ചിക്കുമോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണുണ്ട്. അപ്പൊ ഇപ്പം നമുക്കിപ്പോ ആരുടെ അഭിപ്രായം നോക്കാം, അല്ലെങ്കിൽ ചിക്കുമോൾക്ക് ഒറ്റയടിക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാം. ഇത് ചിക്കുമോൾ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊരു കംപ്ലൈന്റ് വരരുതല്ലോ. കുറെ സ്റ്റുഡൻസ് ഉള്ള ഇടയില്
ഇപ്പൊ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ അതിലും കുറച്ച് പേരൊക്കെ പേര് വന്നുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂസ്. അപ്പൊ അതില് ഞങ്ങൾ ടീച്ചർമാരുടെ പേര് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ടീച്ചർമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ പേര്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച ഇപ്പൊ സെറിമണിയുടെ അന്ന് കൊടുക്കാൻ ഗിഫ്റ്റ്. പിന്നെ വിചാരിച്ചു അതെല്ലാരും വരുമോന്നൊന്നും അറിയത്തില്ല. അപ്പൊ വിചാരിച്ചു നമ്മൾ അഡ്രസ്സ് മേടിച്ചിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തേക്കണത്. പക്ഷെ ഇതിൽ ആരും അധികം ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ആകെ ഇപ്പൊ ചിക്കു പറഞ്ഞ പോലെ ഒരു 4-5 എനിക്ക് തോന്നാതാ അധികം പേര് റിപ്ലൈ ചെയ്യുന്നു. നമുക്കിപ്പം എല്ലാവരുടെയും റിപ്ലൈയും കേട്ടിരിക്കാനും പറ്റത്തില്ല അല്ലേ? മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാരും അതിന്റെ ഓരോരുത്തരുടെ ഇത്. ഇപ്പൊ ചിക്കുമോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഡൺ കൊടുക്കാൻ പറഞ്ഞാൽ ഓക്കെ ഉള്ളവര് ഡൺ കൊടുക്കുക. അല്ലാണ്ട് വെറുതെ കുറെ നേരം അതിന്റെ ഉള്ളിൽ ഇരുന്ന് ചാറ്റ് ചെയ്തിട്ട് വെറുതെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. 3-4-5 പേര് എപ്പോഴും ചർച്ച നടത്തിക്കൊണ്ട് ആരെയും കുറ്റം പറഞ്ഞല്ല, ചർച്ച നടത്തുന്നവരെ കുറ്റം പറഞ്ഞല്ല. ബാക്കിയുള്ളവരൊന്നും മിണ്ടല്ല. അപ്പൊ ഞങ്ങൾക്ക് തീരുമാനം ഒന്നും എടുക്കാനും പറ്റണില്ല. മനസ്സിലായ? അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പില്. പൊതുവെ അങ്ങനെ ഉണ്ടാന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് പേരെ അറിയത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം എന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് ഇപ്പൊ ചിക്കുമോളെ അറിയാം. അതുപോലെ തന്നെ ആരാണ് സുബി. അങ്ങനെ ഇപ്പൊ നമുക്ക് അറിയണം. അത്രയും പേരെ നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ ഓണത്തിന് ഒരു ഗ്രൂപ്പായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. റെഡ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ്. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒന്നും ഇതിപ്പോ സമയമില്ല നമുക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. അപ്പം ഫ്രണ്ട്സിന്റെ പേരിടുമ്പോ മിസ്സുമാരുടെ പേര് ഇട്ടോട്ടെ. എന്നിട്ട് എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യണമെന്ന് അറിയില്ല. ഫ്രണ്ട്സിന്റെ ചിക്കുമ്പോളാണ് അതൊക്കെ തീരുമാനിക്കണത്. എന്നിട്ട് നമുക്ക് പരസ്പരം കൊറിയർ വഴി അഡ്രസ് വഴി ഗിഫ്റ്റ് ഇതാക്കാന്നാ വിചാരിക്കണം മിസ്സേ. അതായിരിക്കും നല്ലത്. സെറിമണിയുടെ അന്ന് എല്ലാരും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ അതിനൊന്നും സമയം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കൊടുക്കാനൊക്കെ എല്ലാരും വന്നിട്ട് ചിലപ്പോ പെട്ടെന്ന് പോകാനൊക്കെ നിക്കണവരാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് കൊറിയർ ആക്കാന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കണേ. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നാളെ എല്ലാം തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ റിപ്ലൈ തന്ന അത്രയും പേരെ വെച്ച് നമുക്കിപ്പോ ബാക്കി കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിക്കണം. പിന്നീട് ഒരു പ്രശ്നം ചിക്കുമോൾക്ക് വരരുത്. ലീഡർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം വരരുതല്ലോ. അതെ, അപ്പൊ ഞാൻ ചോദിക്കാട്ടോ, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ പേര് ടെക്സ്റ്റ് ചെയ്തേ പെട്ടെന്ന്. മാം കരോൾ സോങ് സെറ്റ് ആയിട്ടുണ്ട് മാം. ഇതിലെ സോങ് സെലക്ട് ചെയ്തു. അത് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊന്നും പറയാനല്ല, സർപ്രൈസ് ആണേ. ഓക്കെ ഓക്കെ. അപ്പൊ പേര് ടെസ്റ്റ് ചെയ്യാം മിസ്സേ. ഓരോരുത്തരും നോക്കാലോ. പേര് ടെക്സ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് അവര് എന്തായാലും മൺഡേ ജോയിൻ ചെയ്യണം കേട്ടോ. ചുമ്മാ പേര് തന്നിട്ട് പോകരുതേ. മൺഡേ ജോയിൻ ചെയ്യണം. ഓക്കെ. അപ്പൊ അത്രയും പേര് വെച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ വെച്ചിട്ട് വേണമെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് നമുക്ക് ചെയ്യാലോ അല്ലെ? അങ്ങനെ ചെയ്യാൻ മിസ്. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു തീരുമാനം ഇവിടെ എടുത്തേക്കണം. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരാരും നമുക്ക് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മനസ്സിലായ? അപ്പൊ ഇത് ഇപ്പൊ ഉള്ളവരെ വെച്ച് നമ്മൾ ഈ ക്ലാസ്സിലുള്ളവരെ വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല മിസ്. അതൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ സുബി ആബ്സെന്റ് ആണോ? സുബി ഓക്കെ ആണോ? അറിയില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ഒന്നുകൂടി ഇടാലോ. മിസ് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചിക്കു മെസ്സേജ് ഇട്ടോളൂ. അപ്പത്തേക്ക് അതിന് കറക്റ്റ് റിപ്ലൈ കിട്ടണവര് കൂടി ഇതിൽ ചേർക്കാം. മിസ്സുമാരുടെ പേര് ഇപ്പൊ ഞങ്ങക്ക് 4 മിസ്സുമാര് 5 പേരാന്ന് തോന്നുന്നു. അവരുടെ എല്ലാവരും ഇട്ടോട്ടെ പേര്. കുഴപ്പമുണ്ടാവില്ലേ? കുഴപ്പമുണ്ടാവോ? ഓ, എങ്ങനെയാണ് ഞങ്ങളുടെ പേരിട്ടിട്ട്? അതെങ്ങനെയാന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ പേരിട്ടിട്ട്. ഗൂഗിൾ മീറ്റ് വഴി ഞങ്ങൾക്ക് ചിക്കുമോള് അങ്ങനെ എടുത്ത് കാണിക്കും ഓരോരുത്തർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കുമോളാണ് എല്ലാം പ്രിപ്പയർ ചെയ്യണത്. ഓരോരുത്തരുടെ പേര് എടുത്തിട്ട് ഇന്നയാൾക്ക്, പിന്നെ തൊട്ടടുത്ത ആരാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ മതിയല്ല. ഇന്നയാൾക്ക് ഇന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അറിയില്ല മിസ്. എല്ലാം ഞങ്ങളെ പുതിയൊരു കൂട്ടായ്മ. ഗൂഗിൾ മീറ്റ് വഴി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ചെയ്യാലോ. ശരി. മിസ്സിന് ടൈം ഉണ്ടാവോ? അങ്ങനെയെങ്കിൽ ടൈം പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ഒരു മീറ്റിംഗ് വെക്കാം. എപ്പോ? അല്ല, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ക്രിസ്മസ് സെലിബ്രേഷന്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തന്നെ എടുക്കാം മാം. ഫസ്റ്റ് ഫ്രണ്ട്
ഫ്രണ്ടിനെ എടുത്തിട്ട് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശരി, അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും റോസ് മിസ്സിനോട് ചോദിക്കാം, ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാം. ബാക്കിയുള്ള മിസ്സിനോട് ചോദിച്ച് ചിക്കുമോളുടെ അടുത്ത് റിപ്ലൈ കൊടുത്താൽ മതി മിസ്സേ. ഞാനിങ്ങനെ കൊടുക്കുമ്പോ എനിക്ക് കോണ്ടാക്ട് ഇല്ലല്ലോ. ചിക്കുമോള് ഹായ് ഇട്ടോളും ചിലപ്പോ, അല്ലേ ചിക്കു? കുഴപ്പമില്ല, ക്ലാസ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചോളാം. ഇല്ലെങ്കിൽ അപ്പൊ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാ പോരെ. അന്നത്തെ ദിവസേ തിങ്കളാഴ്ച എന്താ വെച്ചാ ചെയ്യാം. മിസ് ചോദിച്ചു വെച്ചാൽ മതി എല്ലാ മിസ്സുമാരുടെ പേരും ഒന്ന്. ഓക്കെ മിസ്, ഞാൻ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേരേ ഉള്ളൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വളരെ കുറച്ച് പേരുള്ളൂ. ഇതാണ്, ആർക്കും താല്പര്യമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ കേട്ടോ. വേറെ നിങ്ങൾ ഇല്ല, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് അത് നെഗറ്റീവ്സ് ആയിട്ടൊന്നും ആരെയും ചിന്തിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഞാൻ നോക്കാം എന്നല്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ. അതിൽ വേറെ, കാരണം നമുക്കറിയാം ചില എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് തന്നെ പറയും. ഓക്കെ, ഇത്രയും പേരുള്ളൂ, ഷുവറല്ലേ? പിന്നെ ഇതൊക്കെ ഒരു രസാട്ടോ, എല്ലാം എൻജോയ് ചെയ്യാം. അതേ പറയാനുള്ളത്, നല്ല രസമല്ലേ ഇതൊക്കെ? ജസ്റ്റ് ഒരു മെമ്മറീസ് ആണ്. എല്ലാം അങ്ങനെ ഇനിയല്ലേ. നമ്മള് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം എന്താണ്, എല്ലാം മെമ്മറികളാണ്, നല്ല നല്ല ഓർമ്മകളാണ് അല്ലെ. ലൈഫ് അങ്ങനെയാണ്. അവിടെ എല്ലാം എൻജോയ് ചെയ്യുക, ഓരോ നിമിഷവും എൻജോയ് ചെയ്യാനേ പറയും. ഓക്കെ, കുറച്ച് പേര് ഉള്ളല്ലോ, മതി, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും പറ്റുവാണെങ്കിൽ, ഇപ്പൊ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഓക്കെ ആണ്, വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ പേരൊന്ന് പറയാം. ഓക്കെ, എന്താണ് പ്രോഗ്രാംസ്, എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ? ഓക്കെ അല്ലേ? ഏതെങ്കിലും ഡ്രസ് കോഡോ അങ്ങനെ കളർ കോഡോ ഒക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യൂ. ഞാൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കാനില്ല. വേറെ ആരില്ല? ആരിഫിന് ആബ്സെന്റ് ആരൊക്കെയാ? റസീദ് ആബ്സെന്റ് ആണല്ലോ, സുഫി ആബ്സെന്റ് ആണ്. പിന്നെ ആരൊക്കെയാണ്? കുറെ പേര് ആബ്സെന്റ് ആണ് അല്ലെ? ആരിഫിയ. ഓക്കെ, പിന്നെന്താ? പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇന്നൊരു മെസ്സേജും കൂടെ ഗ്രൂപ്പിൽ ഇടാം മാം. അപ്പൊ താല്പര്യമുള്ള ഒരു പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഒന്ന് പറയാൻ പറ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ മൺഡേ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്രിസ്മസ് ഫ്രണ്ടും എടുക്കാം. നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യണം കേട്ടോ. ടൈം പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്യാം. കറക്റ്റ് 2:30 അവസാനിക്കുന്ന രീതിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. കാരണം 2:30 ക്ലാസ് ഉണ്ട്, മിസ്സായത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഓണത്തിന് ഇങ്ങനെ ആയിരുന്നു മാം, ഒത്തിരി കുറെ പുറകെ നടന്നു തന്നിട്ട് നല്ല അടിപൊളി പ്രോഗ്രാം ആയിട്ട് എല്ലാരും സെറ്റ് ചെയ്തു. അത് 1 മണിക്കൂറിന് മേളില് പോയി, 1.5 മണിക്കൂറൊക്കെ എടുത്തു. പറ്റില്ല കേട്ടോ, ക്ലാസ് ഉണ്ട്, 2:30 ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 1 hour മാക്സിമം 1 hour. അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ ക്ലാസ് ഉണ്ട്. അപ്പോ നീ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? പിന്നെന്താണ്? പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും ഓക്കെ ആണല്ലോ, കംഫർട്ടബിൾ ആണല്ലോ? നമ്മുടെ ബാച്ചിലെ ജോയിൻ ചെയ്ത ഒത്തിരി പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തു മാം, കുറെ പേര്. യെസ് മാം. റീസൺ എന്താണ് പറഞ്ഞിരുന്നെങ്കിലും? കുറെ പേർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. ഞാൻ എല്ലാവർക്കും മെസ്സേജ് എപ്പോഴും അയക്കാറുണ്ട്. അപ്പം ഇന്നലെ ഈ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞ വോയിസ് ഞാൻ ഗ്രൂപ്പിൽ വിട്ടു, പേഴ്സണലി ഓരോരുത്തർക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ അയക്കുമ്പോൾ അവര്
മറുപടി കുറെ പേര് ഇന്നലെ തന്നെ ഒരു 5 പേരോളം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണോ അല്ലെങ്കിൽ ഒരു 2-3 പേരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, പൈസ ഒന്നും കൊടുക്കത്തില്ല, അങ്ങനെ ചിലർക്ക് ജോലി കിട്ടി അപ്പൊ അതും ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇഷ്യൂ. കുറെ പേർക്ക് സങ്കടമുണ്ട്, കാരണം ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കണ്ടേ ഫീ, ഹസ്ബൻഡ് തരത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര്, അറിയോ? അതറിയില്ല മാം. ഇന്നലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ മെസ്സേജ് അയച്ചപ്പം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാണ്, അതുകൊണ്ട് ഇനി മെസ്സേജ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അഥവാ അവർക്ക് ജോയിൻ ചെയ്യണം എന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഓക്കെ മാം, ഞാൻ പറയാം. താല്പര്യമുണ്ട്, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്നാവും. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിൽ, പഠിക്കുന്നുണ്ട്, പഠിച്ചു പോയവരുണ്ട്. ഹസ്ബൻഡ്സ് പോലും അറിയാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ചിലപ്പോൾ ക്ലാസ് ആണെങ്കിലും കണ്ട് പഠിച്ച് പാസ്സായി പോയവരുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് മോണ്ടിസോറി പ്രത്യേകിച്ച്. ഒരുപാട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് കേൾക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്. മീൻസ് എന്താണ് അത്, ഇപ്പൊ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് ക്ലാസ്സിലൂടെ ഇത് പറയുമ്പോ നമുക്ക് അവരത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും ആ ഒരു സിറ്റുവേഷനിലൂടെ അന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സാറിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ കുട്ടികളോടൊന്ന് ചിക്കു പറഞ്ഞിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം. നോക്കൂ, മാക്സിമം നോക്കാം. അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ വെയിറ്റിംഗ് ആണെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. ഞാൻ മെസ്സേജ് പറയാം. ഇന്നലെ ഭയങ്കര വിഷമത്തോടെ 2-3 പേര് ഇങ്ങനെ പറഞ്ഞു, ചിലർക്ക് ഹസ്ബൻഡ് ഫോൺ എടുക്കുന്നത്, ഇവര് ഫോൺ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർ ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് കാണുമായിരിക്കും. അങ്ങനെ ചിലർ പറഞ്ഞു അവര് ഫീ തരുന്നില്ല, ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അങ്ങനെ അവർക്ക് താല്പര്യമാണ്. അപ്പൊ ഹസ്ബൻഡ് പറയുമ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവര് ചോദിക്കുന്നത്. എന്താ പറയാനേ, ഓരോ ലൈഫ് അങ്ങനെയൊക്കെയാണ്. എന്താ ചെയ്യാം. എപ്പോഴും എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ഫിനാൻഷ്യലി ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് അങ്ങനെ ഓക്കെ അല്ലാത്തവരും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടിയാണ്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കാൻ നോക്കാം. ഒരു ജോലി നമുക്ക് വേണം, അത്യാവശ്യമാണ്. അത് കുറച്ച് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും സാലറി ഒക്കെ അത് മതി, നമ്മളെ ഹാപ്പി ആയിരിക്കും അല്ലെ. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ചെറിയ ജോലിയെങ്കിലും വേണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും, നമ്മുടെ ഹാപ്പി ആയിരിക്കും അല്ലെ. അല്ലാതെ കുറെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ജോലിയൊക്കെയാണെങ്കിൽ നമുക്ക് മടുപ്പായിരിക്കും വരാം. പക്ഷെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ രസമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജോബാണ്. ആസ് എ വുമൺ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കരിയർ, ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ ഹൈ സാലറിയുടെ ജോബ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അല്ലാതെ പറയാൻ പറ്റും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലെ. ഹൈ സാലറിയുടെ ജോബ് അല്ല ഒരിക്കലും. പക്ഷെ നമ്മൾ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റും, അത് ഷുവറാണ്. അപ്പൊ ഒരു ചെറിയ എമൗണ്ട് ആണ് സാലറി എങ്കിൽ പോലും നമ്മള് ജോലിക്ക് പോണം എന്ന് ഞാൻ പറയും. വീട്ടിലിരിക്കുമ്പോ കിട്ടുന്ന വീട്ടിലിരിക്കുമ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രയും നാളെ വീട്ടിലായിരുന്നു, ഓക്കെ, എപ്പോഴും വീട്ടിലാണെങ്കിലും നമുക്ക് പുറത്ത് പോകണം, പുറത്ത് പോയി ജോലി എടുക്കണം എന്നൊരു ആഗ്രഹം വരുന്നത് ഇതുകൊണ്ടാണ്. ക്യാഷിന് വേണ്ടി മാത്രമാണ്, ഒരിക്കലല്ല. നമ്മൾ ആ ഒരു കുറച്ച് ആ ഒരു ടൈം ഉണ്ടല്ലോ, ഓഫീസ് ടൈം, ആ ടൈം നമ്മൾ പല കാര്യങ്ങളായിട്ട് എൻഗേജ് ആവാണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളല്ലേ, നമുക്ക് ഒരുപാട് കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് കണക്ഷൻസ് വരാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ആസ് എ പേഴ്സണാലിറ്റി എടുക്കാനും ഒരുപാട് ഗ്രോത്ത് വരാനും നമ്മളെ സഹായിക്കുന്നതാണ്.
അല്ലെ? വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. നമ്മൾ കംഫർട്ട് സോണിലാണ് ഇപ്പോഴും. ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നമുക്ക് ഒരു ജോലി ആവശ്യമാണ്. ഓക്കെ. പക്ഷെ എനിക്ക് ടീച്ചിങ് ഇഷ്ടമായിരുന്നെങ്കിൽ പോലും എനിക്ക് ജോലിക്ക് പോകാൻ പേടിയായിരുന്നു. ഞാനും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ സംസാരിക്കുമ്പോൾ ചിന്തിക്കുമെങ്കിലും ഞാൻ മാറിയതാണ്, ഒരുപാട് മാറിയതാണ്. മാറ്റങ്ങൾ വരുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ്, അല്ലെ? ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ഓരോ മാറ്റങ്ങൾ നമ്മൾ ലൈഫിൽ സംഭവിക്കുക. വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെ? വീട്ടിലിരിക്കുമ്പോ ആദ്യം കല്യാണം കഴിക്കണം, കുട്ടികളെ വേണം, കുട്ടികളെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്, അല്ലെ? എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലിരിക്കാം രസാണല്ലോ. പയ്യെ പയ്യെ അത് കുറഞ്ഞോണ്ടേയിരിക്കും, അല്ലെ? നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. എത്ര കുട്ടികൾ അടുത്തുണ്ടെങ്കിലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഒരു നിമിഷം നമ്മൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങും. നല്ല ലൈഫ്, ഞാൻ ആഗ്രഹിച്ച ലൈഫ് ഇതല്ല ആയിരുന്നു നമ്മൾ ആലോചിക്കും, അല്ലെ? നല്ലൊരു ഫാമിലി ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ലൈഫ് അല്ലാണ് ഉദ്ദേശിക്കുന്നത്. ആ ലൈഫ് ഓക്കെയാണ്, ശരിയാണ്. നമുക്ക് ആ ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണറെ കിട്ടാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ പോലും അതാണോ ലൈഫ്? ആലോചിച്ചു, നമ്മൾ ഹാപ്പി ആയിരിക്കണ്ടേ, അല്ലെ? ഓരോ നിമിഷത്തിലും അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് ആസ് എ പേഴ്സൺ, ആസ് എ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഹാപ്പി ആകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, ഓക്കെ, പക്ഷേ നമ്മള് ഹസ്ബൻഡിനൊപ്പം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, ശരിയല്ലേ? പക്ഷെ നമുക്ക് സന്തോഷം കിട്ടണം. ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അത് തിരിച്ചും ഒരു കാര്യമല്ലേ? നമ്മൾ ഇത്രയും നാളെ ജനിച്ചു വളർന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്ന് തോന്നാൻ പാടില്ല. തോന്നിയിട്ടുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും? ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം, എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ആലോചിക്കുകയാണ്, രാവിലെ എഴുന്നേൽക്കുന്നു, കുറച്ച് പണിയെടുക്കുന്നു, കുട്ടികളെ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. അത്രയേ ഉള്ളൂ എന്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഒരു ജീവിതമാണ്, അല്ലെ? ഒരാള് രാവിലെ എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ സഹിക്കുക, കേൾക്കുക, പറയുക, കുട്ടികളെ നോക്കുക, കഴിഞ്ഞ കുട്ടികളായിട്ട് കിടക്കുന്നു. റൊട്ടേഷനാണ്, ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം ഞാൻ ആലോചിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ജീവിച്ചിട്ട് എന്താണ്? അപ്പൊ ജീവിക്കുന്നതിന് അർത്ഥം വേണ്ടേ? തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഇതാണോ ജീവിതം എന്ന് ചോദിച്ചു നോക്കി, സ്വയം ചോദിച്ചു നോക്കി, ശരിയല്ല? ഇതാണോ? ഇതെല്ലാം ഒരിക്കലും അല്ല, ഇതല്ല ജീവിതം. ആ തിരിച്ചറിവിന്നാണ് ഞാൻ മാറിയത് കേട്ടോ. എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഈ പേടിച്ച് ടെൻഷൻ അടിച്ച് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് എന്താ കിട്ടാ? ഒന്നുമില്ല. നല്ലത് എന്തായാലും കേൾക്കില്ല, ഷുവറാണ്. ആ എന്തൊക്കെ നല്ലത് ചെയ്താലും നീ ചെയ്തത് നല്ലതാണ്, ഇതാണ് നല്ലത്, നീ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കേൾക്കില്ല, പറയില്ല. പക്ഷെ എത്ര നല്ലത് ചെയ്താലും ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നാലും അതിനെ പറ്റി പറയാൻ 100,000 ആൾക്കാരുണ്ട്, അല്ലെ? ഒരുപാട് ആൾക്കാർ. അപ്പോ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, നല്ലത് ചെയ്താലും മോശം ചെയ്താലും കേൾക്കുന്നത് സെയിം ആണ്, അതിന് മാറ്റമൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്? എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതല്ല ഏറ്റവും ബെറ്റർ. വന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ്. അതിനിടയിൽ കുറച്ച് കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചു തീർക്കുന്നത്. അത് ജീവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനാണെങ്കിലോ അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ ന്യായത്തിന്റെ കൂടെ നിൽക്കുക. ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, ന്യായത്തിന്റെ കൂടെ നിൽക്കുക. അതിപ്പോ ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരെ ന്യായീകരിക്കില്ല. അത് ന്യായം അല്ലെങ്കിൽ ഞാൻ ന്യായീകരിക്കില്ല. അതിപ്പോ ആരാണെങ്കിൽ പോലും ഓക്കെ, ന്യായത്തിന്റെ കൂടെ നിൽക്കുക. മറ്റുള്ളവര് നമ്മളെ കാരണം ഒരാളും ഹേർട്ട് ആകാൻ പാടില്ല. സന്തോഷിച്ചില്ലെങ്കിൽ പോലും ഹേർട്ട് ആകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ തന്നെ മാറി ജോലിക്ക് പോകണം. മടിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര മടിയാ.
ഭയങ്കര പഠിച്ചു. അപ്പോഴും ചിന്തിച്ചു ഞാൻ ഇത്രയും പഠിച്ച് എന്തിനാണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ജോലി വേണം, ജോലിക്ക് വേണ്ടി പഠിക്കാം. സ്കൂളിലൊക്കെ ചോദിക്കുമ്പോ എന്താകണം ചോദിക്കുമ്പോ എല്ലാവരും ഒരു പ്രൊഫഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാലുണ്ടാവും, ഒരാളും പറയില്ല ഹൗസ് വൈഫ് എന്ന്. എല്ലാവരും ഒരു പ്രൊഫഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രൊഫഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ആണോ? ഞാനായിരുന്നില്ല, ഞാൻ ടീച്ചർ പറഞ്ഞ ആളാണ്. എനിക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ ടീച്ചറാ പറഞ്ഞത്. എന്തോ ഇഷ്ടമായിരുന്നു പ്രൊഫഷൻ. പിന്നീട് എപ്പോഴും എനിക്കത് ഇഷ്ടക്കേടായി. അപ്പോ ഇഷ്ടക്കേടല്ല, മടിയാണ്, പഠിക്കാൻ മടിയെ. ഇംഗ്ലീഷ് ആയിരുന്നു സബ്ജക്ട് എങ്കിലും ഇംഗ്ലീഷിനൊരു പേടി തോന്നി തുടങ്ങി. ഇംഗ്ലീഷ് എടുത്തത് കൊണ്ട് എനിക്ക് ടീച്ചിങ് പറ്റുമോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇംഗ്ലീഷ് എടുത്തുകൊണ്ട് ഞാനിങ്ങനെ പഠിപ്പിക്കാൻ പോകും. അത്രയും വലിയ നോളജ് ഒന്നും എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. പഠിപ്പിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എങ്ങനെ പഠിപ്പിക്കണം, ഞാൻ എങ്ങനെ ജോലിക്ക് പോകും, ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ അവരെ പഠിപ്പിക്കുക എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവാണ്. തിരിച്ചു ചിന്തിക്കാൻ പഠിച്ചില്ല, തിരിച്ചെനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ആരും പറഞ്ഞു തരാനോ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? നമുക്കത് ഫോൺ ഉണ്ടോ എന്ന് വെച്ചാൽ ഫോണൊന്നും ഇല്ല അല്ലെ? പഠിക്കുന്ന ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ, റെസ്ട്രിക്ഷൻ ആണ് അതൊക്കെ അല്ലെ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ലൈഫിലുണ്ടോ ഫോൺ യൂസ് ചെയ്യാത്തവർ? പഠിക്കുന്ന ടൈമിൽ ഫോൺ യൂസ് ചെയ്യാത്തവർ ആരെങ്കിലും? സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ തരാത്തവർ, വീട്ടിൽ ഫോൺ തരാത്തവരുണ്ടോ? നീ ഫോൺ യൂസ് ചെയ്യണ്ട. ഞാൻ എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതൊന്നും നല്ലതാണ്, നല്ലത് ഞാൻ പറയുന്നത്. ഫോൺ വന്നാല് നല്ല രീതിക്ക് തന്നെ പോകണമെന്നില്ല. ഫോൺ യൂസേജ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുമ്പോ നമ്മളത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം എന്നൊന്നില്ല, ഉറപ്പില്ല. പക്ഷെ നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. നമുക്ക് അന്ന് കഫേക്ക് ഉണ്ടല്ലോ, കഫേയിലുണ്ട്. കഫേ ത്രൂ നമുക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ പോവാം ഫോണില്ലെങ്കിൽ. എനിക്ക് മാരേജ് ടൈമിലാണ് ഫോൺ കിട്ടിയത്. മാരേജ് ഫിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ഹസ്ബൻഡാണ് ഫോൺ തന്നത് ഫസ്റ്റ് ടൈം. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫോൺ. ഓക്കെ, പക്ഷേ എല്ലാവർക്കും നമ്മുടെ 90s കിഡ്സ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോ അന്നൊന്നും ഇന്റർനെറ്റ് ഇല്ല, നമുക്ക് അറിയാനായിട്ട് യാതൊരു സോഴ്സും ഇല്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞു തരാനും അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടും. എന്നാലും കുറെയൊക്കെ ആലോചിച്ച് പിന്നെ ഡിസിഷൻ മാറിയത് എക്സ്പീരിയൻസ് ഇതാണ് അല്ലെ? നിങ്ങളുടെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോഴായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങണമല്ലോ, ജോലിക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുക. അതെല്ലാം എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളെല്ലാം അറിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അതും നമ്മൾ ഓക്കെ അങ്ങനെയാണ്. അതെല്ലാം അറിഞ്ഞു. ഇനി അറിയേണ്ടത് എന്താണ്? നമ്മൾ പണ്ട് ആഗ്രഹിച്ച എന്നാൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാതെ ഇരുന്ന ഒരു കാര്യം, ജോലി. പക്ഷെ അത് നമ്മൾ അന്നേ ശ്രമിച്ചിരുന്നെങ്കിൽ അല്ലെ, നമ്മൾ അന്നേ അത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, നമ്മൾ അന്നേ അത് ശ്രമിച്ചിരുന്നെങ്കിൽ, ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും അത്രയും ബോധമില്ലായിരുന്നു. ബോധമില്ലായിരുന്നു. അതാണ് എനിക്കതേപോലെയാണ്. ഇവരും ബോധം ഒന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് പോണ എന്നൊരു ചിന്തയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് അതായത് ഇമ്പോർട്ടന്റ് കേട്ടോ. അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരും പാരന്റ്സ് സ്കൂളിൽ പറയുന്ന കാര്യം കല്യാണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ? കല്യാണമാണ്. പിന്നെ എന്താണ് പറയാ, എനിക്ക് ഇപ്പോ അന്ന് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണം എന്ന് പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം നമ്മുടെ തലമുറ നിശ്ചയിക്കുന്നത് പാരന്റ്സ് ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു? ഹിന്ദുസിന് ആരായിരുന്നു? റിലേറ്റീവ്സ്. പണിക്കരാണോ? പണിക്കരാണോ? അതെ, അവരാണ് തീരുമാനിക്കുന്നത് എത്ര വയസ്സിൽ കല്യാണം കഴിക്കണം. അവർ തീരുമാനിക്കുന്നു, നമ്മൾ കിട്ടും. അതായിരുന്നു എന്റെ ലൈഫിൽ ഉണ്ടായത്. പണ്ടത്തിലാണ്. ഞാനിപ്പോ അത് എന്താ പറയാ, ഈ പണ്ട് കാര്യമൊന്നുമില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇനിയുള്ള ജനറേഷൻ ഒന്നും അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. വിശ്വസിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അറിയില്ല എനിക്ക്. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് വിശ്വാസം അതിനോട് ഞാൻ നെഗറ്റീവ്സ് പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആണ്. എനിക്കതില് ഓക്കെ ചിലപ്പോ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി പണ്ടെങ്കിലും കല്യാണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ ഓക്കെ ആയിരിക്കാം. മിസ് ഓക്കെ ഇല്ല, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെ ലൈഫായിട്ട് കണക്ട് ചെയ്യില്ല, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ആസ് എ പേഴ്സൺ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എല്ലാത്തിനും ഞാൻ ലേറ്റ് ആയി. എനിക്ക് എന്നോട് തന്നെ റിഗ്രറ്റ് തോന്നുന്ന കാര്യമാണ്. എനിക്ക് ജോലി എന്ന് പറയുന്നത്
പാഷൻ ആയിരുന്നെങ്കിൽ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എഴുത്തായത്. അല്ലാതെ ഫാമിലി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, സപ്പോർട്ടീവ് ആണ്, എല്ലാവരും സപ്പോർട്ടീവ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കില്ലല്ലോ അല്ലെ. ഹാപ്പിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. ലൈഫില് അപ്പൊ ഞാൻ കരിയർ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും പഠിക്കുക, ഇനി വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കുക, ജോലിയാണ് ഇമ്പോർട്ടന്റ്. ലൈഫ് നമ്മൾ ഒന്ന് സെറ്റ് ആകുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ അതിനുശേഷം മാത്രം ബാക്കി ചിന്തിക്കാം. അത്രയേ ഉള്ളൂ. എന്റെ സ്കിറ്റ്സ് എല്ലാവരും പറയും അവരോട് അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ജോലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓക്കെ ആണ്, നമ്മള് കല്യാണത്തിനോട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. ഇന്നത്തെ കാലം അറിയില്ല എത്രത്തോളം സേഫ് ആണോ. അതുമല്ല മാരേജ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കോൺസെപ്റ്റ് ആയിട്ട് ഇന്നത്തെ ജനറേഷൻ കാണുന്നുണ്ട് എന്നും എനിക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാകാം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വന്നാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്ത് ഒരു ജോലിക്ക് കയറാം. അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. ജോലി വേണം. ഏജ് ഇത്രയായി എന്നല്ല, ഏജ് എത്രയായി ആയിക്കോട്ടെ, ഓരോ വർഷവും ഏജ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസം വന്ന് കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെന്റ്, ഡ്രീം കം ട്രൂ മൊമെന്റ് വരണം. അതിനു വേണ്ടിയാണ് ഇനി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈഫില് ഒരുപാട് ഇഷ്യൂസ് എല്ലാവരുടെ ലൈഫിലുണ്ട്. എന്റെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, ഹസ്ബൻഡും വൈഫും തമ്മിൽ തല്ലുപിടിക്കാത്ത ആരുമില്ല, ഫാമിലിയാണ് അല്ലെ, എല്ലാവരുടെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറെ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന രണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫാണോ ആവശ്യം? സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മളെല്ലാവരും കുറ്റങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഹസ്ബൻഡ് എങ്ങനെ എടുക്കാം, ഹസ്ബൻഡ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോ നമുക്ക് നമ്മുടേതായ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടോ? നമ്മൾ പെർഫെക്റ്റ് ആണോ? നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നു? പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫ്രീഡം ആണല്ലോ അവർക്ക് വേണ്ടത് അല്ലെ. നിങ്ങൾ പറയുമ്പോ കുറച്ചൊരു ലോക്ക് എന്ന് പറയുന്നത്, ഈ ലോക്ക് അവർക്കും ഇല്ലേ? ഓപ്പോസിറ്റ് ജെൻഡറിന് ഈ പറയുന്ന ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് ഉണ്ട്. ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ഉണ്ടെന്നേ. അതുകൊണ്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊടുക്കാം. ഓക്കെ, റെസ്പെക്ട് ചെയ്യാം പരസ്പരം, അത്രയേ ഉള്ളൂ. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് വെക്കുക. ആ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഷുവർ. ഓക്കെ, അങ്ങനെ കിട്ടാത്തവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ കൊടുത്തു നോക്കും. റെസ്പെക്ട് ചെയ്യാം. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ബഹുമാനം കൊണ്ട് നമ്മളുള്ള നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോ ഞാൻ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം, ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുമ്പോ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. ഞങ്ങൾ ഒരുപാട് തല്ലുപിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലൈഫ് ശരി വരും. ഓക്കെ, അപ്പൊ തല്ലുപിടിച്ചിട്ട് ഒരുപാട്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയുക, നമുക്ക് ഫ്രണ്ട്സ് ആകുമല്ലോ, മീൻസ് അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ കല്യാണത്തിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പോവുകയാണ്. നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലായോ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ടൈമിൽ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഈക്വലി അണ്ടർസ്റ്റാൻഡിങ് വരാണ്. ശരിയല്ലേ? നമുക്ക് മനസ്സിലാകും ഫ്രണ്ട്സിന്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ എത്രയോ രസമാണ്. ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്ത് വരാം. കാരണം എനിക്ക് ഫ്രണ്ട്സ് ആയി, ഞാൻ ഫ്രണ്ട്സിനൊപ്പം എൻജോയ് ചെയ്യും. ഇപ്പൊ ഞാൻ ശരിയാണ്, എന്ത് രസമാണ്. കാരണം ആ ഫാമിലി ആ ഒരു അവരോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഫ്രണ്ട്സിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും രണ്ടാണ്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈക്ക് ഫ്രണ്ട്സ് ആകും. ഫ്രണ്ടിലെ പോലെയാണെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ടാഗ്ലൈൻ തന്നെ മാറ്റതാണ് എനിക്ക് ഏറ്റവും പറ്റും. ഞാൻ ഭയങ്കര ഒരു ടാഗ്ലൈൻ അല്ലേ എന്നാലും ചോദിക്കുന്നത്, ഹസ്ബൻഡ് ആണ് വൈഫാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു നോക്കി എന്ത് രസമാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. തല്ലെടുത്തുണ്ട്, എന്നാലോ ലവ് ഉണ്ട്, ഞാൻ ഓപ്പൺ മൈൻഡ് ആണ്, ഭയങ്കര ക്ലോസ് ആണ്, നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും, ഫ്രീഡം ഉണ്ട്. പക്ഷേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്.
ഇതെല്ലാം വേണം, വേണ്ടത് ഞാൻ പറയുന്നത് എല്ലാം വേണം. പക്ഷെ ആ ഒരു ഫ്രണ്ട്ലി ടാഗ് ആണ് എപ്പോഴും കുറച്ചൊരു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം പാരന്റ്സിനെ കാണാൻ പോകാൻ അനുവാദം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താ പറയാ, ഞാൻ എന്താ പറയാ, കുറെയൊക്കെ നിങ്ങൾ ഇതിന് പറയുന്ന കേൾക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. സെറ്റാക്കി ഒന്ന് ഓപ്പൺ ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ നോക്കിയത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് അങ്ങനെ ഇഷ്യൂസ് നിങ്ങൾ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഹസ്ബൻഡ് വിളിച്ച് കിട്ടിയിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്താ ഒന്ന് ഓപ്പൺ ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും ഇത് ചെയ്തു. ഞാൻ പറയുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നിയെങ്കിലും എന്താ പറയാ, നമ്മളത് ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, എല്ലാവരും ലൈഫിലെ ഇഷ്യൂസ് കാണും, എല്ലാവരും ഞാൻ പറയുന്നത് കാണും. പിന്നെ കുറെ നമ്മൾ റിയലൈസ് ചെയ്യാം, എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കണം എന്നില്ല കേട്ടോ. അങ്ങനെയും കിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും നമ്മൾ അതേപോലെ നമ്മളെ സ്നേഹിക്കണം എന്നുണ്ട്. അങ്ങനെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ, തരാൻ താല്പര്യമില്ലെങ്കിൽ ചോദിച്ചു വാങ്ങരുത്. ഞാൻ അങ്ങനെ പറയും. ഓക്കെ, ചോദിച്ചു വാങ്ങരുത്. അവർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ വിട്ടേക്കൂ, ഓട്ടെ. നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ സ്നേഹിക്കണ്ടേ? മാറ്റി നോക്കി വെരി ഗുഡ്. അത്രയും നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി നോക്കുക, ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അപ്രോച്ച് ചെയ്യുക. ചിലപ്പോൾ മാറ്റം വരാം. കാരണം നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാവും, ഒരുപാടുണ്ടാവും. നിങ്ങൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി, സ്വയം ചിന്തിച്ചു നോക്കി. നമ്മുടെ ഒരുപാട് തെറ്റുകൾ വരാം, നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നോ, ചിലപ്പോൾ കല്യാണത്തിന് ശേഷം നമ്മുടെ മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെ കുറ്റപ്പെടേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെയും പറയും. കാരണം നമുക്ക് ഒരുപാട് ഇഷ്യൂസ്, നമ്മൾ ശരിക്കും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നമുക്ക് നമ്മുടേതായ സ്ട്രെസ് ഉണ്ട്, നമ്മുടേതായ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മക്കളെ നോക്കുന്നു, അല്ലാതെ ഒരുപാട് സ്ട്രെസ് ആണെങ്കിൽ ഹോർമോൺ ചേഞ്ച് ആണ്, ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഈ സ്ട്രെസ് എല്ലാം നമ്മൾ കൊണ്ടേ തീർക്കുന്ന എവിടെയാണ്? ഹസ്ബൻഡിന്റെ. ഞാൻ കുട്ടികളുടെ അടുത്ത് തീർക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫ്രണ്ടിനെ കാണാം, നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാളും ഉണ്ടാവില്ലേ? ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടാകണം എല്ലാവർക്കും. ഒരു ക്ലോസ് ഫ്രണ്ട്സ് എന്തായാലും വേണം. അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും. ഹസ്ബൻഡിനോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നില്ല എങ്കിൽ എപ്പോഴും ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ലതാണ്. യാത്ര പോവുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ റിലാക്സ് ചെയ്യും. അതായത് ദേഷ്യം നമ്മൾ ആരോട് തീർത്തിട്ടും കാര്യമില്ല. ഓ സ്മാർട്ട് ശ്രീയുടെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. സ്മാർട്ട് ശ്രീയുടെ സോറി, വീട്ടിൽ ഓഫീസാണ്. ഓക്കെ, അപ്പോ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാം. നമ്മൾ ആരോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. മക്കളോടും അങ്ങനെ കാണിക്കാൻ പാടില്ല, കാരണം മക്കളും അത് കണ്ടാ പഠിക്കും. പിന്നെ ഹസ്ബൻഡിനോട്, ഞാനൊക്കെ ഹസ്ബൻഡിനോടായിരുന്നു ആദ്യം. മിസ്, ഞാൻ അങ്ങനെയായിരുന്നു മിസ്. എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ മൂത്തവളോട് ഭയങ്കര ഇത് കാണിച്ചു. ഇപ്പൊ അത് മാറി. നമ്മളെ ഏജ് വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി പിള്ളേരോട് നമ്മൾ കാണിച്ചു. ഒരു മൂത്ത മോളെ ഒരുപാട് ഞാൻ എന്താ പറയണ ദേഷ്യത്തിന്, അതെനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പഴാ എനിക്ക് മനസ്സിലായ ചേട്ടനോടുള്ള ദേഷ്യമാണ്. കൊച്ചിനോട് ഭയങ്കര എന്താ പറയണ, ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. മക്കളോട് നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോകും. ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ എന്റെ മോളെ ശരിക്കും ഇതായി. ഇപ്പൊ അവളോട് പറയും ഞാൻ അപ്പൊ അവള് പറയും, ആ അമ്മ ഇപ്പൊ ഇളയവൾക്ക് അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ. അപ്പൊ അവളെ എന്നെ കളിയാക്കും. അമ്മ ഇപ്പം അത് മനസ്സിലാക്കി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇപ്പൊ രണ്ടുപേരും തമ്മില് 9 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പത്തേക്കും അത് അവര് രണ്ടുപേരും ഇപ്പൊ എന്താ പറയണത്, മൂത്തമ്മൾക്ക് ഭയങ്കര വിഷമം. അമ്മ എല്ലാം അവൾക്ക് ഇളയവൾക്ക് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ഞാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവളുടെ അവൾക്കൊരു ഗിൽറ്റി, ഞാൻ ചെയ്തൊക്കെ അവളുടെ മനസ്സിൽ മായാണ്ട് കിടക്കുന്നുണ്ട്. മിസ്, എങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞു കൊടുക്കാം, സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയാൻ മനസ്സിലാക്കി കൊടുക്കാം. അവക്കറിയാം. ഞാൻ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എന്തെങ്കിലും
പറയാറുണ്ട്. പക്ഷെ അങ്ങനെ സോറി പറയണം കേട്ടോ. അത് ആരോടാണെങ്കിലും സോറി പറയുന്നത് സോറി പറയണം. ഇല്ല മിസ്, ഞാനിപ്പം നമുക്കിപ്പൊ ആ സമയത്ത് ചെയ്ത ഓർമ്മയില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ പറയും ആ സമയത്ത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നുള്ള പറഞ്ഞ് നമ്മളോട് പറഞ്ഞെങ്കിലും എന്താ പറയണത്, അവള് ആ സമയത്ത് പാവം കൊറേ നമ്മുടെ കയ്യിന്ന് തല്ലുപിടി. ഇപ്പൊ എനിക്ക് പ്രാന്തായിരുന്നു എനിക്ക് തോന്നണം ആ സമയത്തൊക്കെ. എന്താ വെച്ചാൽ നമുക്ക് സ്നേഹം കിട്ടാണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു ദേഷ്യം ഉണ്ടാവത്തില്ലേ. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, നമ്മളെ നോക്കണമെങ്കിൽ വേണ്ട, നമുക്ക് നമ്മുടെ വഴി, നമ്മളെ ചീത്ത പേര് കേൾപ്പിക്കാണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ എയിം. ഞാൻ പറയാം, ഇപ്പം ഭർത്താവിന്റെ കാശ് കൊടുത്താണ് പഠിക്കണെങ്കിലും ഭർത്താവിനുള്ള വാശിയിൽ തന്നെയാ പഠിച്ചുകൊണ്ടിരിക്കണത്. ജോലിക്ക് വിടാനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ നമ്മ പിള്ളേര് ഇനി കുറച്ച് കഴിയുമ്പോ ചോദിക്കില്ല, അമ്മ എന്ത് ചെയ്യണായിരുന്നു എന്നാൽ പിള്ളേരുടെ ആ ഒരു ചോദ്യം വരും, എന്തിന് എന്നുള്ള ആ ഒരു ചോദ്യം നമ്മള് അവരെ കാണിച്ചു കൊടുക്കണം. എന്താ പറയണ, നമ്മള് നല്ല രീതിയിൽ നടന്ന് കാണിച്ചു കൊടുത്താലല്ലേ പിള്ളേർക്ക് ആ ഒരു ധൈര്യം കിട്ടുള്ളൂ. എന്റെ ഭർത്താവ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങണ ഇഷ്ടമല്ല, ഫോൺ യൂസ് ചെയ്യണ ഇഷ്ടമല്ല. ഇപ്പൊ ചേട്ടനുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. പുള്ളി എന്തായാലും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് ചേർന്നാല്. രാവിലെ പോയാൽ വൈകുന്നേരം വരത്തുള്ളൂ, മനസ്സിലായ. പക്ഷെ എന്നെ നല്ല വിശ്വാസമാണ്. പക്ഷെ എന്താ പറയണത്, മൊബൈൽ യൂസ് ചെയ്യണ ഇഷ്ടമല്ല. പുള്ളിക്കെല്ലാം ചെയ്യാം, രാത്രി ഇരുന്ന് മൊബൈലൊക്കെ നോക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ആ സമയം നോക്കണമെങ്കിൽ നമ്മളെ റോങ് ആയിട്ട് കാണണം, മനസ്സിലായ. അതെന്തിനാ അങ്ങനെ കാണണം, വേണമെങ്കിൽ നോക്കിയാൽ പോരെ. നമ്മൾ എന്താ ഒരുമിച്ചിരുന്ന് കാണാം. ഞാൻ അങ്ങനെ എനിക്ക് ഒളിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുടെ മുമ്പിൽ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ലേ, മനസ്സിലായോ മിസ്സേ. അപ്പൊ മാറുന്നൊന്നും എനിക്ക് ഞാൻ പറയണത്, മാറാനുള്ളവരെ മാറത്തുള്ളൂ. ചിലവര് മാറില്ല, അവര് ജനിച്ചത് അങ്ങനെ വളർന്നവര് നല്ലത് കണ്ടാലല്ലേ നല്ലത് ഇതാവുള്ളൂ. പിന്നെ കുറെ ഇപ്പൊ പിള്ളേരുടെ പേരും പറഞ്ഞ് ഞാനിപ്പോ ഭയങ്കര ഇതാ, പിള്ളേരെ പോലും പുറത്ത് വിടൂല. ഇപ്പൊ രണ്ടുപേരും പെൺകുട്ടികളായിപ്പോയി, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, മിസ്സിനെ അറിയാലോ. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ ഇപ്പൊ എന്തിനും ഓപ്പൺ ആയിട്ട് പറഞ്ഞു വെച്ചാൽ പലവരും മനസ്സിൽ ഇങ്ങനെ വെച്ച് തങ്ങളുടെ ഇപ്പൊ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയിപ്പം നമ്മള് മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഡൗൺ ആയിരുന്ന പിള്ളേർ അതനുസരിച്ച് ഭയങ്കരമായിട്ട് വലിയാൻ തുടങ്ങും ഉള്ളിലോട്ട്. അപ്പൊ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജോലി ആവശ്യമാണ്, അല്ലേ. ഇപ്പം ചേട്ടനോട് ചോദിച്ചിട്ട് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവരോട് പറയേണ്ടി വരും, ഓ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അത് വലിയ വലുതല്ലെങ്കിലും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണം. അതാണ് ഇപ്പൊ എന്റെ ഒരു ഇത്. ഓക്കെ, പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അറിയാം, ഓരോ സ്വഭാവമാണ്. നല്ലതാണെങ്കിൽ നമ്മള് കുറെയൊക്കെ അത് അങ്ങനെ വിട്ടുകൊടുക്കുക എന്ന് പറയും. പിന്നെ നല്ല എന്ത് തരം സ്വഭാവമാണെങ്കിൽ പോലും മോശമാണെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് തന്നെ പറയും. എന്നിട്ടും ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട വ്യക്തി ക്യാരക്ടറാണ് വിട്ട് കളയാം. കാരണം നമ്മള് മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നതിൽ ഏറ്റവും ബെറ്റർ നമ്മൾ മാറി കൊടുക്കുക. ചിന്തിക്കാലോ, കുറെയൊക്കെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പറ്റും. ഞങ്ങളെങ്ങനെയാണ് അതുപോലെ മറ്റുള്ളവരെ അവരെയും ആ ഒരു കൺസിഡർ ചെയ്യുക, അവരെങ്ങനെയാണ്. ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. കുറെയൊക്കെ നമ്മള് മറ്റുള്ളവരെ കുറ്റങ്ങൾ മാത്രം കാണാതിരിക്കുക. അവരങ്ങനെയാണോ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടി മാറാൻ അവർ വേണ്ടിയില്ലെങ്കിൽ മാറ്റണ്ട, അത്രയേ ഉള്ളൂ. മനസ്സിലായോ. അവരും അങ്ങനെ ചിന്തിക്കും. ചിലപ്പോ അവര് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പറഞ്ഞതായിരിക്കില്ല ചിലപ്പോ നോക്കാം. അങ്ങനെ ചിന്തിച്ചൂടെ. അപ്പൊ അവരാഗ്രഹിക്കുന്ന പോലെ നമുക്കും ആകാൻ പറ്റുന്നില്ലെങ്കിലോ, അങ്ങനെയും ഉണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താ പറയാ, എന്റെ ലൈഫില് എന്റെ ഹസ്ബൻഡ് അങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യം ഭയങ്കര ദേഷ്യം, അധികം സംസാരിക്കില്ല. അപ്പൊ എനിക്ക് ആദ്യം ഒരുപാട് വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സംസാരിക്കും, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ ആളധികം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തുള്ള ഒരാളായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അന്നൊക്കെ ഞാനിങ്ങനെ കരച്ചിലും നേരും മുഖം വീർപ്പിച്ചിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ആളുടെ ക്യാരക്ടർ ആൾക്ക് ഒരുപാട് അങ്ങ് മാറ്റാൻ പറ്റില്ല. അത് ആള് ശീലിച്ചു വന്നതാണ്, ചെറുപ്പം തൊട്ടേ ആൾ അങ്ങനെയാണ്. അപ്പൊ ഒരു പോയിന്റിൽ പെട്ടെന്ന് അത് മാറ്റി ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് ആൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ കുറെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഞാൻ പെരുമാറുന്നത് കണ്ട ആൾക്ക് തോന്നും, ഓക്കെ ഞാൻ കുറച്ചും കൂടി നന്നായി അവളുടെ അടുത്ത് പെരുമാറണം. നമ്മൾ അങ്ങോട്ട് നല്ലത് കൊടുത്താൽ ആൾക്ക് തോന്നും ഞാൻ
കുറച്ചും കൂടി തിരിച്ച് അവളോട് കുറച്ചും കൂടി കാണിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ എൻ്റെ ഒരു പെരുമാറുന്ന രീതി ഒന്ന് മാറ്റി നോക്കി. അത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതൽ എന്താ പ്രസ് ചെയ്യാണ്ട് നമ്മൾ ചില അഡ്വൈസ് പോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ തമാശ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ. പക്ഷെ ആൾക്ക് കുറെയൊക്കെ മനസ്സിലായി. ഇപ്പൊ ആൾ ഒരുപാട് മാറി കേട്ടോ. ആദ്യം എന്നെ തീരെ പഠിക്കാൻ വിടില്ലായിരുന്നു. ആൾക്ക് തീരെ താല്പര്യമില്ല പഠിക്കുന്നതൊന്നും. അങ്ങനെയൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ ആള് തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പഠിച്ചോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ആള് തന്നെയാണ്. തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ആള് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപാട് സംസാരിക്കും. എന്താ പറയാ, മറ്റേത് ആളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആള് സംസാരിക്കില്ല. ആളിങ്ങനെ മിണ്ടാതെ എവിടെയെങ്കിലും മാറിക്കും. നമ്മളിങ്ങനെ ചോദിച്ചിങ്ങനെ ചെന്നാലും ദേഷ്യപ്പെടും അങ്ങനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളായാലും എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും. എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പോ പരമാവധി ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയും ഇങ്ങനെ ചെയ്യാം. അപ്പൊ ആൾക്കൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്ക് അതിനൊരു ഉത്തരം കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. പ്രശ്നങ്ങളായാലും നമുക്കത് പോട്ടെ. ഇപ്പോഴും കുറെ പ്രശ്നങ്ങൾ നമുക്ക് ആള് ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ അതിൻ്റെതായി ഇപ്പൊ കുറച്ചായിട്ട് വണ്ടി വർക്ക്ഷോപ്പിലൊക്കെയാണ്. അപ്പൊ ജോലിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഓരോ ടെൻഷൻസ് ഒക്കെ ആളിടയ്ക്ക് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആദ്യം എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ടാണ് ആള് പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ആളുടെ ഉള്ളിലുള്ള പ്രഷർ ആള് പുറത്തേക്ക് വിടുമ്പോ അത് വേറെ രീതിക്ക് നമ്മളെ ബാധിക്കണം. നമുക്ക് തോന്നുന്നത് നമ്മളുള്ള ദേഷ്യം, പക്ഷെ ആളല്ല. ആളുടെ ടെൻഷൻ ആള് പുറത്തേക്ക് ഇടുമ്പോ അത് ദേഷ്യമായിട്ട് വരികയാണ്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും എന്തോ ഉണ്ട് കാര്യം, എന്താണ് പ്രശ്നം, കറക്റ്റ് ആയ കാര്യം പറഞ്ഞാൽ നമുക്കത് പരിഹരിക്കണ്ടോ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറയാം, എന്താ പറയാ, ഫുൾ ഹാപ്പി എന്ന് പറയാനില്ല, എന്നാലും ഓൾമോസ്റ്റ് ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ. ഒരുപാട് വിഷമിച്ച ഒരു ടൈമിങ് ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ പെരുമാറുന്ന ഇതൊന്ന് മാറ്റി നോക്കുക. നമ്മൾ ഇതുവരെ എങ്ങനെയാ പെരുമാറുന്നത് അതിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് മാറ്റി ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരും ചിന്തിക്കും. അവൾ ഇത്രയും നന്നായി എൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ ഞാൻ തിരിച്ച് കുറച്ചും കൂടി നന്നായി അവളുടെ അടുത്ത് പെരുമാറുന്നത് ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ വരും എന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ ഇത് തോന്നിയിട്ടുള്ളത്. ഞാൻ മിസ്സേ ഈ പറഞ്ഞിട്ട് നന്നാവും വിചാരിച്ച് നന്നാവണില്ല. എന്നിട്ട് നമ്മള് കുറെ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പറയണേ മിസ്സേ, നമുക്കറിയാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടി നമ്മളാവുന്നത്ര നമ്മള് ഇതായി കൊടുക്കും. പക്ഷെ ചിലവർ അവരുടെ റൂട്ടേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുട്ടികളോട് പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ പിന്നെ ഇനി എങ്ങനെ മാറ്റിയെടുക്കാനാന്ന് എനിക്കറിയത്തില്ല. ഒന്ന് മിങ്കിൾ ചെയ്യാനും കൂടി താല്പര്യമില്ല. എന്നാ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്താ പറയണത്, ആകെ സമ്പാദിക്കണം, അങ്ങനെ ഒരു. പക്ഷെ അവര് ചിന്തിക്കുന്നത് ശരിയാണ്. പക്ഷെ കുടുംബവും കൂടി ഒന്ന് നോക്കണ്ടേ. മനസ്സിലായ? അതെനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അഞ്ചു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴല്ലേ അവർക്കുടെ ഒരു സ്നേഹമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പൊ കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്നത് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ വഴക്കടിക്കുമോ എന്നുള്ള പേടിയാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾ മതി അത് പിടിച്ച് കയറി ഇതാകും. അപ്പൊ ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് ഇതിൽ പറയണം തോന്നരുത്. നമ്മൾ വിചാരിക്കും ചിലവര് അങ്ങനെയൊക്കെ മാറത്തുള്ളൂ. ചിലവര് അവരുടേതായ രീതിയിൽ നല്ലത് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറാത്ത കുറെ പേരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും. പിന്നെ ഇപ്പൊ ഈ ക്ലാസ് കണ്ടില്ലേ, യെസ് മാം, നമ്മുടെ ഈ ക്ലാസ് ക്ലാസ്സിൽ ഇപ്പൊ ഒത്തിരി ഞാൻ അറ്റൻഡ് പിള്ളേരുണ്ട് ചെയ്യണത് മാം. എന്റെ ഒറ്റ വാശിക്കാ. ഞാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും അറിയാം. മനസ്സിലായോ? നല്ല കാര്യമല്ലേ ഞാൻ ചെയ്യണത്. റോങ് ആയിട്ടുള്ള കാര്യം കൊണ്ട് എന്നോട് അത് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പൊ പുറത്തു പോയി പഠിക്കാനാണെങ്കിലും എന്താ പറയാ, അപ്പൊ ഒരു ഡൗട്ടാണ്. മനസ്സിലായ? അങ്ങനെയുള്ള ഒരു സ്വഭാവം കൂടി ഉണ്ട്. അതായത് നമ്മളെ അല്ല സംശയം, പുറത്തുള്ളവരാരും നല്ലതല്ല. ബസ്സിലൊക്കെ പോകാൻ വിടത്തില്ല, അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ്. ഞാൻ എന്നാ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, എല്ലാ രീതിയിലും എല്ലാവരോടും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. നമ്മളോടും കുഴപ്പമില്ല. പക്ഷെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഭയങ്കര പേടിയാണ്. കെയറിങ്ങാ, ഭയങ്കര കെയറിങ്ങാ. അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ സ്നേഹിച്ചാലൊക്കെ കൊല്ലും, അല്ലെങ്കിൽ ഇതാവില്ല. അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞ കേട്ടോ അത് വിശ്വസിക്കും. നമ്മളെ എത്ര വിശ്വാസം ഉണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് പറഞ്ഞാൽ അത് കയറി വിശ്വസിക്കും. ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ എന്നിട്ട് അയ്യോ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികാവസ്ഥ, കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, അതൊന്നും തിങ്ക് ചെയ്യണില്ല. ഞാൻ പറഞ്ഞാണ് ചിലവരൊക്കെ മാറത്തുള്ളൂ. പിന്നെ അവര് ജനിച്ചു വളർന്നതിന്റെ മിസ്സേ, അവരുടെ പാരന്റ്സ് എങ്ങനെയാണ് അവരോട് പെരുമാറിയത്,
അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളുണ്ട് മിസ്സേ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും. കാരണം ഹസ്ബൻഡ് അവരോടൊന്നും അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു വോയിസ് ഇല്ല വീട്ടിൽ. ജസ്റ്റ് ഒരു വേലക്കാരി എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നവർ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ എല്ലാരെയും എങ്ങനെ എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് സൊല്യൂഷൻ കാണില്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഇപ്പൊ ക്ലാസ് ചിലർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡ് പൈസ കൊടുക്കുക, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മാസത്തെ ഫീ അവരുടെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പഠിക്കാൻ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ പിന്നെ ഒരുപാട് ഒറ്റപ്പെടുന്നവർ ആണെങ്കിൽ അവരോട് നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് അവർക്കൊരു റിലാക്സേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നലെ എന്നോടൊരു 3 പേര് പറഞ്ഞു ഹസ്ബൻഡ് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ ഒരു 1 മന്ത് ഫീ എനിക്ക് അടയ്ക്കാം, 2 മന്ത് ഫീ ഒക്കെ എനിക്ക് അടയ്ക്കാം. അപ്പം മറ്റുള്ളവരും അങ്ങനെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ ഒരാള് അയാളുടെ ലൈഫിൽ നിന്ന് രക്ഷപ്പെടുമല്ലേ. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ലൈഫിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അയാൾക്ക് പറ്റുന്നത്. എല്ലാരും ഒന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. എന്താ പറയാ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഫിനാൻസ് കാരണം മാത്രല്ല, അവർക്ക് വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ ജോലിക്ക് പോണവരൊക്കെ ആവുമ്പോ അവർക്ക് ടീച്ചേഴ്സ് പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണില്ല, പിന്നെ റെക്കോർഡ് എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടും കുറച്ചു പേരൊക്കെ പിന്നിലോട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ആക്ടിവിറ്റി ആണെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സാറിന് കോൺടാക്ട് ചെയ്യാൻ പറയും. ഫസ്റ്റ് അങ്ങനെ ചെയ്യാൻ പറയും. പിന്നെ ഇപ്പൊ ചുക്കുമ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓക്കെ ഫീ ഓക്കെ ആണ്, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്ന് ആലോചിക്കൂ. ഓക്കെ, ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ അവരോട് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പരിപാടി ചെയ്താൽ പോരെ? ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതിന് പകരം ആ കാശ് നമുക്ക് ഇതിലോട്ട് അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്താൽ പോരെ? എൻ്റെ ഒരു അഭിപ്രായം അതായിരുന്നു. ഇവര് എമൗണ്ട് ബഡ്ജറ്റ് പറയാൻ പറഞ്ഞപ്പോ എനിക്കും തോന്നിയത് അങ്ങനെയാണ്. ഇപ്പം ഒരു മിനിമം ഒരു 500 വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് എല്ലാം കൂട്ടി ഫീസ് അടയ്ക്കാൻ പറ്റാത്തവരുടെ മന്ത്ലി ഫീ അങ്ങ് അടയ്ക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്കും തോന്നി. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. ഓക്കെ, നല്ല കാര്യാട്ടോ. അങ്ങനെ ചെയ്യും. നിങ്ങൾ ആലോചിക്കൂട്ടോ. നമ്മളെല്ലാരും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. മിസ്സേ ഗ്രൂപ്പിൽ വലിയ ഡിസ്കഷനൊന്നും ഇല്ല മിസ്സേ. ആകെ 5-6 പേരേ ഉള്ളൂ. നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കില്ലേ, അന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കൂടി എല്ലാവർക്കും ക്യാഷ്, എല്ലാരും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, എല്ലാവർക്കും ക്യാഷ് ഒന്നും ഇടാനുണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് മിസ് പ്രശ്നം ഈ ഗ്രൂപ്പില്. ഇപ്പൊ ഗൂഗിൾ മീറ്റിൽ പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാലോ. അവിടെ നമ്മുടെ ഫേസ് ഇതൊന്നും വേറെ ആരും കാണണമൊന്നുമില്ലല്ലോ. പക്ഷെ ഗ്രൂപ്പിൽ പോലും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരും സംസാരിക്കാൻ തയ്യാറല്ല. അവരുടെ അഭിപ്രായങ്ങൾ പോലും ഇനി വോയിസ് വിടണ്ട, ടൈപ്പ് ചെയ്യെങ്കിലും ചെയ്യാനോ അതും ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഞാനെന്താ പറയാ, എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ആക്റ്റീവ് റീസൺ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ആ എമൗണ്ട് നമുക്ക് ആ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് വേണമെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് കാർഡ് കൊടുക്കണം. ഒരു കാർഡ് അയച്ചാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഫണ്ട് ആയിട്ടുള്ളത് നമുക്ക് ഇപ്പൊ ആരെയും ഇപ്പൊ ചിക്കുമോളൊക്കെ നോക്കണേ, അപ്പം സാറിനോട് സംസാരിച്ചിട്ട് നമുക്ക് സാറിന്റെ അടുത്ത് കൊടുത്താൽ മതിയെങ്കിൽ സാറ് ആർക്കാന്ന് വെച്ചാ ഇതുപോലെ ആ കുട്ടി ഏതാ വെച്ചാൽ അങ്ങനെ കൊടുത്തോളുമല്ലോ, നമ്മുടെ ഒരു ഇതുപോലെ. മനസ്സിലായോ? പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് വേണമല്ലോ നമ്മളത് കൊടുക്കാൻ. നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഡ്രോപ്പ് ആയി പോവോന്ന് അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് ഇതിന്റെ ഹെഡിലുള്ള ആളെ അറിയിച്ച് ചെയ്യണായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് നമ്മളിപ്പോ പേഴ്സണലി കാശൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് കണ്ടിന്യൂ ചെയ്യോ എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് അറിയിക്കുക, എന്താന്ന് വെച്ച് ചെയ്യാം കേട്ടോ. ആലോചിക്കൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സോ അതൊക്കെ ഒരാളോടൊന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിരിക്കും. ആരാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് സംസാരിക്കുക, ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ചാല് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കൂ, ആ ഈഗോ കുറെ സാധനം കാണിച്ചു, എന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് അവരറിയോ, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റാത്തതോ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ഒരാളോട് പറയാം. ക്ലാസ്സിൽ അതിപ്പോ കുറച്ച് പേര് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് ഒരാളോട് ഓപ്പൺ ആയിട്ട് പറയാനോ ഒരാളെ കേൾക്കാനോ ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമല്ലേ, അല്ലെ? യെസ് മാം, ക്ലാസ്സിൽ ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ ഉണ്ട്. ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയും അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഹെൽപ്പും വേണ്ട, ജസ്റ്റ് അവരെ ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഒന്ന് പെയ്തൊഴിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ മാറി, അത്രേ ഉള്ളു. ഞാനിപ്പോ ഇതെന്താ ഇവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതെന്നറിയാം, എനിക്കധികം മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാരോടും കൂടി പറയുന്നത് ഓരോരുത്തരും അറിയിക്കണ്ടല്ലോ. എറണാകുളമാണ് മിസ്സേ. ഞാനിപ്പോ ഇങ്ങനെ പറയണ എനിക്ക് സങ്കടം കൊണ്ടല്ല, എനിക്ക് ഫോൺ യൂസ് ചെയ്ത് ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റത്തില്ല, മനസ്സിലായി, എൻഗേജ് ആയിരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എറണാകുളം മരട് എന്ന് പറയും മിസ്സേ, മരട് തൃപ്പൂണിത്തുറയുടെ അടുത്ത്. അപ്പൊ ഞാനിപ്പോ ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റത്തില്ല, ഫോൺ യൂസ് ചെയ്ത് കോൾ ചെയ്ത് സംസാരിച്ചിരിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിനോട് എൻഗേജ് ആയിരുന്ന അത് പ്രശ്നങ്ങൾ. അപ്പൊ എന്റെ കാര്യം എന്റെ ഫ്രണ്ട്സ് നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിതിപ്പോ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും എന്താ പറയാ, എന്റെ ചേട്ടൻ ഈ ക്ലാസ് ഒന്നും എടുത്ത് നോക്കൂല കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്ലാസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്ന്. അങ്ങനെയുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് തന്നെ. ഇപ്പം നമ്മളവരെ കുറ്റം പറയണല്ല, അവരങ്ങനെ വളർന്നു വന്നത്, അവര് ഇനി മാറത്തില്ല. അപ്പൊ നമ്മളാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അവരെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണ്. മനസ്സിലായോ? മാറും അല്ലെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതെ അതെ, മാറും, മാറ്റിയെടുക്കണം, അതല്ലേ നമ്മുടെ കടമ. ഒരാളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. രണ്ടുപേരും ഒരുപോലെ സ്വഭാവമുള്ളവരാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. അപ്പം അത് എന്താ പറയണ, ഞാൻ പറയണേ മിസ്സിനോട്, എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാവും, മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക്. പിന്നെ ഒരു കാര്യം, എനിക്ക് കോണ്ടാക്ട് നമ്പർ തരാനായിട്ട് പറ്റില്ല, അത് ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല മിസ്, ഞാൻ നേരിട്ട് സംസാരിക്കണ്ട, എനിക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് സംസാരിക്കണ്ട. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യൂ, ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യൂ, നമ്മൾ സംസാരിക്കും. ഓക്കെ, അതിലൂടെ വേണമെങ്കിൽ പറ്റാണെങ്കിൽ ഞാൻ തരാം, ആദ്യം അങ്ങനെ ചെയ്യും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ കേട്ടോ. കാരണം എനിക്ക് ഓപ്പൺ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ വെച്ച് നമ്പർ തരാൻ പറ്റില്ല, അറിയാലോ. സ്മാർട്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കിട്ടും കേട്ടോ. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഓപ്പൺ ആയിട്ട് എന്നെ പറയണമല്ലേ, അത് ഞാൻ പറഞ്ഞില്ല, വിളിക്കൂ, സൈൻ ചെയ്യൂ. ഓക്കെ, സൈൻ ഔട്ട് പറയൂ കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ട്, സൈൻ ഔട്ട് പറയൂ. ആരും പറയണില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും? പറ. ഇന്നത്തെ ക്ലാസ് എടുത്ത് അശ്വതി മിസ്സിന് വളരെ നന്ദി. ഇന്ന് നമുക്ക് കുറച്ച് മാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള സാവകാശം എല്ലാവർക്കും തന്നു. പക്ഷെ കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 പേര് ഇത്രയും പേരുള്ളിൽ സംസാരിച്ചുള്ളൂ. പക്ഷെ മുമ്പിലോട്ട് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാവരും കൂട്ടുകാരാ, നമുക്ക് മുമ്പിലോട്ടായാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ടായാലും മുമ്പിലോട്ട് നല്ല കോണ്ടാക്ട്സിന് മുമ്പിലോട്ട് പോകണം. അപ്പൊ അത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. അപ്പൊ അത് മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് ആലോചിക്കണം. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇപ്പൊ നമുക്ക് പഠിത്തത്തിലായാലും നമ്മളുടെ പേഴ്സണൽ ലൈഫിലായാലും എന്തോ ആയാലും നമുക്ക് ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒന്നിച്ച് മുമ്പിലോട്ട് പോകാം.
Okay, Thank you, ma'am. Thank you all. See you next class. Okay, bye. Thank you, ma'am. Thank you, ma'am.